അപ്പോൾ അടുത്ത ഞായറാഴ്ച 1 മണിയാകുമ്പോഴേക്കും നമ്മുടെ ക്ലോക്കുകളെല്ലാം 1 മണിക്കൂർ മുന്നോട്ടാവുകയും അതുപോലെ തന്നെ ഒരു ട്രാൻസിഷനാണ് സംഭവിക്കുന്നത്. അതായത് ഗ്രീനിച്ച് മീൻ ടൈം GMTന്ന് നമ്മൾ BSTയിലേക്ക് മാറുകയാണ്, ബ്രിട്ടീഷ് സമ്മർ ടൈമിലേക്ക് മാറുകയാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രിട്ടീഷ് സമ്മർ ടൈമിൽ അല്ലെങ്കിൽ BSTയിൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ കൂടുതൽ ഡേ ലൈറ്റ് ഉണ്ട്, രാവിലെ കുറവാണ്. അതുകൊണ്ടാണ് ക്ലോക്കുകൾ മുന്നോട്ട് 1 മണിക്കൂർ വയ്ക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യയുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.5 മണിക്കൂറാണ്. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ മുന്നോട്ട് വെക്കുന്ന വഴി 4.5 മണിക്കൂറാവും. ക്ലോക്കുകൾ മുന്നോട്ടാണോ അതോ പുറകോട്ടാണോ പോകുന്നതെന്ന് എളുപ്പത്തിൽ ഓർത്തിരിക്കാനുള്ള മാർഗം പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾ ഇത്ര ഓർത്തിരുന്ന് വെച്ചാൽ മതി. സ്പ്രിംഗ് ഫോർവേഡ് ഇൻ സ്പ്രിംഗ്, ഫോൾ ബാക്ക് ഇൻ ഓട്ടം. നമുക്ക് കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാക്കാം. സ്പ്രിംഗ് ഫോർവേഡ് ഇൻ സ്പ്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ മാർച്ചിലാണ്. അപ്പോൾ മാർച്ചിൽ 1 മണിക്കൂർ മുന്നോട്ട് പോകുന്നു. ഫോൾ ബാക്ക് ഇൻ ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ സമയത്താണ്. അപ്പോൾ ഒക്ടോബറിൽ അവസാനത്തെ ഞായറാഴ്ച 1 മണിക്കൂർ പുറകോട്ട് വയ്ക്കുന്നു. അപ്പോൾ ഇത്ര ഓർത്ത് ഞാൻ വളരെ സിമ്പിളാണ്, വേറൊരു കൺഫ്യൂഷനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവർക്കാണെങ്കിൽ 1 മണിക്കൂർ നഷ്ടപ്പെടും. അതേസമയം ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ 1 മണിക്കൂർ കുറച്ച് ജോലി ചെയ്താൽ മതി. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അനുഭവം മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഈ വരുന്ന നൈറ്റ് ഞായറാഴ്ച രാത്രി ജോലി ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്തേക്ക് കേട്ടോ.